മഹാനായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുനാഫിഖായ ഒരു മനുഷ്യന്റെ അയൽവാസിയായിരുന്നു. അബൂ ദഹ്ദാഹ് തങ്ങൾ ഒരു മുനാഫിഖായ അയൽവാസി. അദ്ദേഹത്തിനൊരു തോട്ടമുണ്ടായിരുന്നു. തോട്ടത്തിൽ ഒരു ഈന്തപ്പനയുണ്ട്. ഈന്തപ്പനയിൽ നിന്ന് ഈന്തപ്പനകൾ ഒരു മുസ്ലിമായ ഒരാളുടെ മുറ്റത്തേക്ക് വീഴാറുണ്ട്. ഈന്തപ്പനയിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ മുറ്റത്തേക്ക് മുസ്ലിം ചെറുപ്പക്കാരന്റെ ഒരു മുസ്ലിമായ സ്വഹാബിയുടെ വീടിന്റെ മുറ്റത്തേക്ക് വീഴാറുണ്ട്. അപ്പൊ എന്തു ചെയ്യുന്നവര്, രാവിലെ വീണാൽ ഇദ്ദേഹത്തിന്റെ മക്കൾ ഇതറിയാതെ ആ വീണ ഈത്തപ്പഴങ്ങൾ എടുത്തിട്ട് കഴിക്കും. ചെറിയ കുട്ടികളല്ലേ, അവർക്കറിയില്ലല്ലോ. അപ്പുറത്തെ വീട്ടിലെ ഈന്തപ്പനയാണ് തെങ്ങ് ഇപ്പൊ ഇങ്ങനെ കുച്ച പോയിക്കൊള്ളൊന്നുമില്ലല്ലോ, അത് ചിലപ്പോ ഇങ്ങനെ വളഞ്ഞേക്കാം അല്ലെ, ഇങ്ങനെ വെളിയും സൂര്യപ്രകാശം എവിടെ കിട്ടും അവിടെ നിന്ന് വെളിയും, അങ്ങനെ വളഞ്ഞിട്ട് ഒരു പക്ഷേ നമ്മുടെ വീട്ടിന്റെ മുറ്റത്തേക്കായിരിക്കും തേങ്ങ വീഴുക. അതേപോലെ അപ്പുറത്തെ വീട്ടുകാരന്റെ ഈന്തപ്പന ഇപ്പുറത്തെ വീട്ടുകാരന്റെ മുറ്റത്തേക്ക് വീഴും. ചെറിയ മക്കൾ ഇതെന്തു ചെയ്യും, അറിയാതെ എടുത്തിട്ട് കഴിക്കും. ഹറാമാണല്ലോ സമ്മതമില്ലാതെ കഴിക്കാന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, മുത്തു നബിയേ, എന്റെ മക്കൾ ഇങ്ങനെ കഴിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴും അവരുടെ വായയിൽ കൈയിട്ട് ഛർദ്ദിപ്പിക്കാറാണ്. അതുകൊണ്ട് ആ ഈന്തപ്പന എനിക്ക് വിൽക്കാൻ പറയുമോ? എനിക്ക് വിറ്റാൽ എന്റെ മക്കൾ ഹറാമ് കഴിക്കില്ലല്ലോ. നബി തങ്ങൾ അയാളെ വിളിച്ചു. അയാൾ വിൽക്കാൻ തയ്യാറായില്ല. നബിയെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഈന്തപ്പനയാണ്, ഞാനത് വിൽക്കൂല എന്ന് പറഞ്ഞു. എനിക്കത് വിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. വിറ്റില്ല. നബി തങ്ങളുടെ ആവശ്യം പരിഗണിച്ചില്ല. മുനാഫിഖാണ്. അപ്പോഴാണ് മഹാനായ അബൂ ദഹ്ദാഹ് തങ്ങൾ വരുന്നത്. അബൂ ദഹ്ദാഹ് തങ്ങൾ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ഒരു ഒരൊറ്റ ഈന്തപ്പനയ്ക്ക് കാരണം ഞാൻ 600 ഈന്തപ്പനകളുള്ള മനോഹരമായൊരു തോട്ടം നിങ്ങൾക്ക് പകരം തന്നാൽ നിങ്ങൾ ഈ ഈന്തപ്പന എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. ഒരു തെങ്ങിന് പകരം ഇതിനേക്കാളും ഫലഭൂയിഷ്ടമായ 600 തെങ്ങുകളുള്ള തോട്ടം 6 ഏക്കർ വേണം അല്ലെ. 100 തെങ്ങിന് 1 ഏക്കർ വേണ്ടേ? 600 തെങ്ങിന് 6 ഏക്കർ വേണം. ആ 6 ഏക്കറയിലെ തെങ്ങുകളൊക്കെ ഫലഭൂയിഷ്ടമായി പിടിച്ചു നിൽക്കുന്ന തെങ്ങുകളാണ്. ഒരൊറ്റ ഒരു ഈന്തപ്പന, അതിന് പകരം 600 ഈന്തപ്പനകളുള്ള തോട്ടം തരാ, എനിക്ക് വിൽക്കോ? ഇത് കണ്ടപ്പോ അയാളുടെ കണ്ണു മഞ്ഞളിച്ചു. ഞാൻ റെഡി എന്ന് പറഞ്ഞു. എന്നാ ഞാനത് വിറ്റു. ആർക്ക് വേണ്ടി? അദ്ദേഹത്തിന് വേണ്ടിയല്ല. അപ്പുറത്തുള്ള അയൽവാസിയുടെ മക്കൾ ഹറാമ് കഴിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് പരാതി പറഞ്ഞത്. ബിഅനി, എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. വിറ്റു. അതിന് പകരം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ദഹ്ദാഹ് തങ്ങൾക്ക് നൽകിയത് സ്വർഗത്തിലുള്ള ഈന്തപ്പനത്തോട്ടമാണ്. ഇവിടെ ഒന്നുമില്ല, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു ഈന്തപ്പനത്തോട്ടം തരാം. റബിഹൽ ബൈഉ യാ അബൂ ദഹ്ദാഹ്. വീട്ടിലേക്കെത്തി ഭാര്യ കണ്ടു. ഭാര്യ തോട്ടത്തിലാണ്. തോട്ടമൊക്കെ ഇങ്ങനെ നല്ല കുറച്ചൊക്കെ ഒരു സാമ്പത്തികമായി വീടിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവില്ലാത്ത സമയങ്ങളിൽ അവരെന്ത് ചെയ്യും? തോട്ടത്തിൽ പോവും. തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കും. പിന്നെ കവുങ്ങാണെങ്കിൽ അടക്ക വീണിട്ടുണ്ടോ നോക്കും. കൃഷിയിടങ്ങളൊക്കെ വെള്ളം നനക്കും, കോഴി നോക്കും, ഇതൊക്കെ ചെയ്യും. അപ്പൊ ഈ പെണ്ണ് ഇങ്ങനെ തോട്ടത്തിൽ പോയിട്ട് ഇതൊക്കെ വൃത്തിയാക്കാണ്. അപ്പോഴാണ് അബൂ ദഹ്ദാഹ് തങ്ങൾ വരുന്നത്. കയ്യിൽ ഈത്തപ്പഴക്കുണ്ട്, മക്കളുണ്ട് കൂടെ. അതെല്ലാം താഴെ വെക്ക്, കയ്യിലുള്ളതെല്ലാം താഴെ വെക്കെന്ന് പറഞ്ഞു. എല്ലാം താഴെ വെച്ചു. എന്തേ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാനിത് വിറ്റു. എത്ര പൈസക്കാ വിറ്റത് എന്ന് വെച്ചു. ഞാന് സ്വർഗത്തിലൊരു തോട്ടത്തിന് വേണ്ടി വിറ്റു. റബിഹൽ ബൈഉ യാ അബൂ ദഹ്ദാഹ്. അബൂ ദഹ്ദാഹേ, നിങ്ങളുടെ കച്ചവടം ലാഭമുള്ള കച്ചവടമാണ്, നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് എന്നാണ് ഭാര്യ പറഞ്ഞത്. നിങ്ങൾ മാഷാ അല്ലാഹ്, നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, വാലിന് ഉസ്താദുമാരിങ്ങനെ സോപ്പിടുന്ന കണ്ടിട്ട് ഏതെങ്കിലും ഒരു പുതിയാപ്പിളെ നിങ്ങളുടെ കീഴിലുള്ള ഒരു 5 ഏക്കർ സ്ഥലം വിറ്റു എന്ന് വിചാരിക്കുക. വീട്ടിലെത്തുമ്പോൾ പെണ്ണുങ്ങൾ ബടിയും പിടിച്ചിട്ടുണ്ടാവും. നിങ്ങളോട് ആരാധ വിളിക്കുക, നമുക്ക് എത്ര കുട്ടികൾ നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങളോട് ആരാധ വിൽക്കാൻ പറഞ്ഞ് നമ്മളിങ്ങനെ വീട്ടെടുക്കുക, മക്കളിങ്ങനെ കെട്ടിച്ചു കൊടുക്കുക. ഈ പെണ്ണ് പറഞ്ഞു, റബിഹൽ ബൈഉ യാ അബൂ ദഹ്ദാഹ്. അബൂ ദഹ്ദാഹേ, നിങ്ങളുടെ കച്ചവടം വിജയിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിയായ വിഷയങ്ങളിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യയാണിത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് അല്ലാഹുവും അവന്റെ റസൂലും ഒരു വിഷയം പറഞ്ഞാൽ നമ്മൾ അത് ഏറ്റെടുക്കണം.
അത് ഏറ്റെടുത്ത് നമ്മൾ സഹായിക്കണം. അതിന് വിപരീതമായി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹു പറഞ്ഞത് കേൾക്കുകയും ചെയ്യല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ വലുതാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. അവരുടെ ചർമ്മങ്ങൾ ഇങ്ങനെ പഴുത്തു വരുമ്പോ, നരകത്തിലിട്ട് തീയിലിട്ട് ഇങ്ങനെ ഉരുകി 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 വരുമ്പോൾ, ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവർ മരണപ്പെടുന്നതിനും മുമ്പേ പുതിയ ഒരു ചർമ്മം ഞാൻ അവർക്ക് നൽകി. ലിയദൂഖുൽ അദാബ, ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ, ഒരു സെക്കൻഡ് പോലും താമസമില്ലാതെ വേദന ഞാൻ അവരെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കും എന്ന് അല്ലാഹു നമ്മോട് പഠിപ്പിക്കുമ്പോൾ, ഇതേ റബ്ബ് പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന്. തെറ്റുകൾ വരും, മനുഷ്യ സഹജമാണെന്നും പറഞ്ഞത് അല്ലാഹുവാണ്. മനുഷ്യ സഹജമാണ് തെറ്റുകൾ എന്ന് പറഞ്ഞതും അല്ലാഹുവാണ്. നമ്മളൊക്കെ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളാണ്, ഇബ്ലീസിന്റെ സന്തതികളല്ല. അല്ലേ? ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത എന്താ? ഇബ്ലീസിന്റെ പ്രശ്നം എന്താ? ആദം നബിയും ഇബ്ലീസും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് എണ്ണീറ്റ് ഇരുന്നോളൂ എല്ലാവരും. ആദം നബി അലൈഹിസ്സലാമും ഇബ്ലീസും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെയാണ് ഞാൻ ബഹുമാനിച്ചിട്ടുള്ളത് എന്ന്. ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചു എന്ന് പറഞ്ഞു. അല്ലാഹുവിന് എന്താ അവിടെ മനുഷ്യന്മാരെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞുകൂടെ? വലഖദ് കറംനാൻ നാസ്, ജനങ്ങളെ ഞാൻ ബഹുമാനിച്ചു എന്ന് പറയുന്നതിന് പകരം അല്ലാഹു പറഞ്ഞത് ആദം നബിയുടെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചു എന്നാണ്. അപ്പൊ നമ്മൾക്ക് എന്തുണ്ടാവണം? ആദം നബിക്കുള്ള സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവണം. ആദം നബിക്കുള്ള സ്വഭാവം എന്താ? ആദം നബിക്കുള്ള സ്വഭാവം എന്താണ്? ആദം നബിയുടെയും അതേപോലെ തന്നെ ഇബ്ലീസിന്റെയും ഇടയിലുള്ള വ്യത്യാസം രണ്ടെണ്ണമാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാം, അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോഴാണ് ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ തയ്യാറാവാത്തതിന്റെ പേരിൽ അല്ലാഹു പറഞ്ഞു ഇബ്ലീസിനോട് താഴെ ഇറങ്ങാൻ. ഇബ്ലീസിനോട് പറഞ്ഞു, ഖാല ഫഹ്ബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ. ഇബ്ലീസേ, എന്റെ സൃഷ്ടിയായ ഞാൻ പറഞ്ഞത് കേൾക്കാതെ ആദം നബിക്ക് സുജൂദ് ചെയ്യാത്ത നീ ഇനി സ്വർഗത്തിൽ വേണ്ട, അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങിക്കോ എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഖാല ഖുറുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ. ഇബ്ലീസേ, നിന്യനായി, നീചനായി, നികൃഷ്ടനായി നീ ഇറങ്ങിക്കോ നരകത്തിൽ നിന്ന്. അങ്ങനെ ഇബ്ലീസ് നരകത്തിൽ നിന്നിറങ്ങുകയാണ്. ആ സമയത്തൊന്ന് തൗബ ചെയ്യാൻ ഇബ്ലീസ് തയ്യാറായില്ല. സോറി റബ്ബേ, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ ഇബ്ലീസിന്റെ അഹങ്കാരം സമ്മതിച്ചില്ല. അതാണ് വ്യത്യാസം. നമ്മളങ്ങനെ ഒരാൾ പുറത്താക്കാണ്, സ്കൂളിൽ നിന്ന് അധ്യാപകൻ പുറത്ത്, സോറി സർ, ഹെൽമെറ്റ് പിടിക്കാൻ പോലീസ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, പിടിച്ചു, സോറി സർ. അങ്ങനെ ഒരു സോറി പറയില്ലേ? നിങ്ങൾ ആരാ പിടിക്കാൻ? നമ്മളങ്ങനെ ചോദ്യം ചെയ്യും, നിങ്ങൾ ആരാ പിടിക്കാൻ? എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ വണ്ടിയാണ്, എനിക്ക് സേഫ്റ്റി ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവോ? ഇല്ല. മനുഷ്യൻ, ആദം സന്തതികൾ എന്ത് ചെയ്യും? സോറി പറയും, തെറ്റുപറ്റിയ സോറി പറയും. ഇബ്ലീസ് അങ്ങനെ ചെയ്തില്ല. ഇബ്ലീസ് അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, നിന്യനായി, നികൃഷ്ടനായി, നീചനായി സ്വർഗത്തിൽ നിന്ന് അല്ലാഹു പുറത്താക്കുമ്പോൾ ഇബ്ലീസ് പറഞ്ഞത്, അല്ലാഹുവേ, നിന്നെ കൊണ്ട് വിശ്വസിച്ച ഒരാളെയും ഞാൻ വിടൂല എന്നാണ്. വീണ്ടും അഹങ്കാരമാ പറഞ്ഞത്, വീണ്ടും ധിക്കാരം. ആയിക്കോട്ടെ, പുറത്താക്കിയാൽ ഞാൻ മിണ്ടാതെ പോവാന്നല്ല. അധ്യാപക എച്ചമ്മനോട് നിങ്ങളെ ജോലി ഞാൻ തെറിപ്പിക്കും അങ്ങനെ പറയില്ല. ചില സ്റ്റുഡൻസ് അങ്ങനെയുണ്ട്. പോലീസോട് പറയാ, നിങ്ങൾ എന്നോട് കളിക്കണം, ഞാൻ ആരെന്നറിയോ, നമുക്ക് ഇനി ഈ എന്താണ് ഈ തൊപ്പിങ്ങൊക്കെ വെച്ച് നടക്കാൻ കഴിയില്ല. ധിക്കാരം കാണിക്കുക. അതാണ് ഇബ്ലീസ് ഇവിടെ കാണിച്ചത്. അത് നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. ആ സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞത്, അല്ലാഹുവേ, നീ എന്നെ പുറത്താക്കി എന്നത് ശരി തന്നെയാണ്. ഞാൻ വിടൂല, ഓരോ മനുഷ്യന്റെ മുമ്പിലേക്കും ഞാൻ കടന്നു വരും റബ്ബേ. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. അല്ലാഹുവേ, നീ എന്നെ
ഈ മനുഷ്യൻ കാരണമാണല്ലോ പുറത്താക്കിയത്, അതുകൊണ്ട് നീ മനുഷ്യന്മാരെ ഞാൻ വെറുതെ വിടൂല. അവരുടെ മുമ്പിലൂടെ, പിന്നിലൂടെ, മുകളിലൂടെ, താഴെയൂടെ കടന്നു വന്നിട്ട് അവരെ ഞാൻ നിനക്ക് നന്ദി ചെയ്യാൻ അനുവദിക്കാതെ, നിനക്ക് ശുക്ർ ചെയ്യാൻ അനുവദിക്കാതെ, നിന്നെ കൊണ്ട് വിശ്വസിക്കുന്നതിൽ നിന്ന് അവരെ ഞാൻ മാറ്റി നിർത്തുമെന്ന് അള്ളാഹുവിനെ വെല്ലുവിളിച്ചു പിശാച്. എന്നാൽ ഇപ്പുറത്ത് ആദം നബി അലൈഹി സ്വലാം ഉണ്ട്. ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു മരത്തോട് അടുക്കരുത് എന്ന്. ഇബ്ലീസിനോട് പറഞ്ഞു സുജൂദ് ചെയ്യണമെന്ന്, ചെയ്തില്ല. ആദം നബിയോട് പറഞ്ഞു മരത്തിലേക്ക് അടുക്കരുത് എന്ന്. മറന്നുകൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാം അടുക്കുകയുണ്ടായി. തെറ്റാണല്ലോ, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റല്ല, മറന്നുകൊണ്ട് ചെയ്താൽ തെറ്റല്ല, പക്ഷെ അറിയാതെ ചെയ്തു പോയി. മഹാനായ ആദം നബി അലൈഹിസ്സലാം മറന്നുകൊണ്ട് അതിലേക്ക് അടുത്തപ്പോഴാണ് അല്ലാഹു ആദം നബിയോട് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ഭൂമിയിലേക്ക് ഇറങ്ങിക്കോളൂ. അപ്പൊ ആദം നബി എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ധിക്കാരത്തോടെ പറഞ്ഞു ഇല്ല. അപ്പോഴേക്കും ആദം നബി കരയാൻ തുടങ്ങി, ഹവ്വാ ബീവി കരയാൻ തുടങ്ങി, അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ളലംനാ അൻഫുസനാ ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം കാണിച്ചു. സത്യത്തിൽ മറന്നു ചെയ്താൽ തെറ്റല്ല, എന്നാലും ആദം നബി പറഞ്ഞു ഞാനൊരു തെറ്റു ചെയ്തു റബ്ബേ, എന്റെ ശരീരത്തോട് ഞാൻ അക്രമം കാണിച്ചു റബ്ബേ. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ നീ എനിക്ക് പുറത്തു തരാതെ, എനിക്ക് മാപ്പ് തരാതെ, എന്നോട് കാരുണ്യം ചെയ്യാതിരുന്നാൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞാനൊരു പരാജയപ്പെട്ടു പോയ ആളുകളിൽ ഉൾപ്പെട്ടു പോകും റബ്ബേ. അതുകൊണ്ട് മാപ്പ് എനിക്ക് നീ മാപ്പ് താ അല്ലാഹ്, ഞാൻ തൗബ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആദം നബി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. എത്ര വർഷമാണ് തൗബ ചെയ്തതെന്നറിയോ? അറിയാതെ മറന്നുകൊണ്ട് വന്ന ഒരു തെറ്റ്, മറന്നു ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ മറന്നു ചെയ്ത ഒരു വിഷയത്തിന്റെ പേരിൽ 300 വർഷക്കാലം മഹാനായ ആദം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു എന്നാണ്. മഹദിയായ ഹവ്വാ ബീവി 300 വർഷക്കാലം അല്ലാഹുവിനോട് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ അല്ലാഹുവേ, പുറത്തു തന്നില്ലെങ്കിൽ പരാജിതരിൽ പെട്ടുപോകുമെന്ന് പറഞ്ഞു കരഞ്ഞു എന്നാണ്. ആ കണ്ണീരിൽ നിന്നാണ് ഇഞ്ചി മുളച്ചത്, ആ കണ്ണീരിൽ നിന്നാണ് ചന്ദനം മുളച്ചത്, ആ കണ്ണുനീരിൽ നിന്നാണ് ഊദുണ്ടായത്. ആദം നബിയുടെ കണ്ണുനീർ തുള്ളി ഭൂമിയിൽ ഇറ്റ് വീണിട്ട് അവിടെ നിന്നാണ് ഇഞ്ചി ഉണ്ടായത്, ജിഞ്ചർ. അതേപോലെ സാൻഡൽ, ചന്ദനം ഉണ്ടായത്, ഊദ്, പെർഫ്യൂം, ഇതൊക്കെ ആദം നബിയുടെ കണ്ണുനീരിൽ നിന്നുണ്ടായതെന്നാണ്. ഇന്ത്യയിലെ ഊദിനും ഇന്ത്യയിലെ ചന്ദനത്തിനൊക്കെ ഏറ്റവും വില, ഏറ്റവും കൂടുതൽ ആദം നബി ജീവിച്ചത് ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ സ്പൈസസിൽപ്പെട്ട ഒരു സുഗന്ധദ്രവ്യത്തിൽപ്പെട്ടതാണ് ഇഞ്ചി. ഇപ്പൊ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ കാണപ്പെടുന്നത്. ആദം നബി കൂടുതൽ കാലം ജീവിച്ചത് ഇന്ത്യയിലാണ്. ഹജ്ജ ആദമു മാശിയം മിനൽ ഹിന്ദി, ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാം 40ഓളം ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നാണ്. 40 ഹജ്ജൻ, 40 ഹജ്ജ് നടന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ചെയ്തിട്ടുണ്ടെന്നാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവം എന്താണ്? അറിയാതെ മറന്നുകൊണ്ടുവന്ന ഒരു പ്രവർത്തനം, അതിന്റെ പേരിൽ 300 വർഷമാണ് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്തത്. എന്നാൽ ധിക്കാരത്തോടെ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പടച്ചോനെ വെല്ലുവിളിച്ച് ഇബ്ലീസോ തൗബ ചെയ്തിട്ടില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം വന്നു. മൂസാ നബി അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്. അള്ളാഹുവിനെ കാണാൻ പോകുമ്പോഴാണ് ഇബ്ലീസ് കടന്നു വന്നത്. മൂസാ നബിയെ, എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കണം, എനിക്ക് തൗബയുണ്ടോ? ഇബ്ലീസിന് നന്നാവാൻ തോന്നി. അള്ളാഹുവിനോട് ചോദിക്കണം, എനിക്ക് തൗബയുണ്ടോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് ഇബ്ലീസ് പറഞ്ഞു മൂസാ നബിയോട്. മൂസാ നബി അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയി, അള്ളാഹുവിനെ കണ്ടു. അവസാനം അള്ളാഹുവിനോട് വിഷയങ്ങൾ പറഞ്ഞു, ഇബ്ലീസിന്റെ വിഷയം പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹു തആല തൗബയുണ്ട്, ഇബ്ലീസിന് തൗബയുണ്ട് എന്ന് മൂസാ നബിയോട് പറയുന്നത്. എന്താ തൗബ? തൗബ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിൽ പോയി സുജൂദ് ചെയ്യലാണ് തൗബ. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാത്തതാണല്ലോ പ്രശ്നം. ഖബറിൽ പോയി സുജൂദ് ചെയ്താൽ മതി, പ്രശ്നം തീർന്നു. സ്വീകരിക്കാൻ തയ്യാറാണ് റബ്ബ്. അങ്ങനെയാണ്. നിങ്ങൾ എന്ന് അല്ലാഹുവിലേക്ക് മടങ്ങിയാലും സ്വീകരിക്കാൻ അല്ലാഹു തയ്യാറാണ്.
എത്ര വലിയ ക്രിമിനലാണെങ്കിലും, എത്ര വലിയ കുറ്റക്കാരനാണെങ്കിലും, എത്ര വലിയ പാപങ്ങൾ നമ്മളിൽ നിന്നുണ്ടായാലും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ നമ്മൾ തയ്യാറായാൽ, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മളൊന്ന് സന്മനസ് കാണിച്ചാൽ മർഹബൻ ബിത്തായിബീൻ, മർഹബൻ ബിത്തായിബീൻ, തൗബ ചെയ്യുന്നവരെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തൗബ ചെയ്യുന്നവരെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, നിങ്ങളെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, നിങ്ങൾ എന്നെ വിട്ടിട്ട് പോവല്ലേ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അള്ളാഹു എത്ര വലിയ ക്രിമിനലുകളാണെങ്കിലും സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ് എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എത്ര വലിയ ക്രിമിനലുകളാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇബ്ലീസിനോട് പറഞ്ഞു തൗബയുണ്ട്, ആദം നബിയുടെ ഖബറിൽ സുജൂദ് ചെയ്യണമെന്ന്. മൂസാ നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇബ്ലീസിനോട് പറഞ്ഞു ഇങ്ങനെയാണ് വിഷയം, ഇങ്ങനെയാണ് നബി അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴാണ് ഇബ്ലീസ് പറഞ്ഞത്, ആദം നബി ജീവിച്ചിരിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യാത്ത ഞാനാണോ മരിച്ച് മണ്ണായ ആദം നബിയുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നത്? എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് തൗബ ചെയ്യാൻ ഇബ്ലീസ് തയ്യാറായില്ല. ആ ഒരു സ്വഭാവക്കാരനായി നമ്മൾ മാറാൻ പാടില്ല. ആ ഒരു സ്വഭാവക്കാരനായി മനുഷ്യരായ നമ്മൾ മാറാൻ പാടില്ല. ആദം നബിയുടെ പ്രത്യേകത തൗബ ചെയ്യലാണ്, ഇബ്ലീസിന്റെ പ്രത്യേകത അഹങ്കാരമാണ്. നമ്മൾ ആദം നബിയുടെ വഴിയെയാണ് ജീവിക്കേണ്ടത്. തെറ്റ് വരുമ്പോൾ നമ്മൾ തൗബ ചെയ്യണം. തെറ്റുകൾ വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. അത് ഉസ്താദായാലും ശരി, വഅദ് പറയുന്നവരായാലും ശരി, കേൾക്കുന്നവരായാലും ശരി, തെറ്റെല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. തെറ്റ് വന്നാൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് രഹസ്യമായി ചെയ്ത തെറ്റുകളെ രഹസ്യമായി അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി, പരസ്യമായി ചെയ്ത തെറ്റുകളെ പരസ്യമായി തന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊക്കെയാ വിഷയങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ അബൂദർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ ഹബീബ് നൽകിയ 7 ഉപദേശങ്ങളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ നമ്മൾ പോകുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ 7ഓളം ഉപദേശങ്ങൾ. അതാണ് ആദ്യമായി നമ്മൾ ഓതി വെച്ചത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു തന്നാൽ അത് നിങ്ങൾ ഓൺ ദി സ്പോട്ട് അത് സ്വീകരിച്ചേക്കണം, അല്ലാത്തതിൽ നിന്ന് നിങ്ങൾ മാറി നിന്നേക്കണം. അപ്പോൾ 7 ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക. ഇതൊക്കെ ഓരോന്ന് വിശദീകരിക്കാനുള്ളതാണ്. പക്ഷെ ഞാൻ വിശദീകരിക്കുന്നില്ല, അതിനുള്ള സമയമൊന്നും ഇവിടെ ഇല്ല, പ്രത്യേകാലായി. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പെണ്ണുങ്ങളെ കുട്ടികൾ ആരാ സംസാരിക്കുന്നത്? സംസാരിച്ചിട്ടൊന്നും സമയം തീർക്കരുത് കേട്ടോ. വാലിന് വന്നാൽ പിന്നെ വാൽ നന്നായി കേൾക്കും. കുട്ടികൾ സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ലേ. ഈ വല്ല ബാല്യക്കാരത്തികളായ പെണ്ണുങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ട, അവരൊക്കെ വാല് കേൾക്കണം. നിങ്ങൾ വളണ്ടിയർ കാർഡ് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, വാലും കേൾക്കുന്നില്ല, പിന്നെ ആർക്കും വാല് പറയുന്ന വേസമാർഗം. നിങ്ങൾക്ക് എന്തിനാ വാല്? നിങ്ങൾക്ക് ഇനി വേദിൻ്റെ ആവശ്യമുണ്ടോ? 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വേദിൻ്റെ ആവശ്യമുണ്ടോ? 60 വയസ്സ് കഴിഞ്ഞ് എന്തായാലും ആളുകൾ ഉണ്ടാവും, നന്നായിട്ട് എങ്ങനെയും ഖബറിൽ പോകാമെന്ന് ചിന്തിച്ചിട്ടേ ജീവിക്കുള്ളൂ. എൻ്റെ കാലം ഏതായാലും കഴിഞ്ഞു എന്ന് ചിന്തിക്കൂ. 60 വയസ്സ് കഴിഞ്ഞിട്ട് ഒരാൾക്ക് അങ്ങനെ ബോധമില്ലെങ്കിൽ അയാളെ കാര്യം കഷ്ടമാണെന്നാണ്. 60 വയസ്സായിട്ട് ഒരാൾക്ക് മരണത്തെക്കുറിച്ച് ബോധമില്ല, നന്നാവണം എന്നുള്ള ബോധമില്ല, അയാളെ കാര്യം പോക്കാണ്. 60 വയസ്സായ കുറേ ആളുകൾ ഇവിടെ ഇല്ലേ? ഒന്ന് ചിന്തിച്ചൊന്ന്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഹിസാബ് നടത്തണം എന്നാണ്, ഒരു വിചാരണ നടത്തണമെന്നാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആലോചിക്കണം, ഇന്ന് സുബഹി നിസ്കാരം മുതൽ രാത്രി വരെ ഞാൻ ചെയ്തതിൽ നന്മയാണോ കൂടുതലുള്ളത്, തിന്മയാണോ കൂടുതലുള്ളത് എന്ന് നമ്മളൊരു വിചാരണ നടത്തണം. 60 ഈ ഹദീസ് പറഞ്ഞത് 60കാരോടല്ല, 40കാരോടാണ് പറഞ്ഞത്. ഒരാൾ 40 വയസ്സായി, 40 വയസ്സായ ഒരാളിൽ നിന്ന് നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് സംഭവിക്കുന്നതെങ്കിൽ അവരെ നരകത്തിലേക്ക് ഒരുങ്ങട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 40 വയസ്സായ ആളുകൾ ഉറങ്ങുമ്പോൾ ഒന്ന് വിചാരണ നടത്താറുണ്ടോ? ഇന്നിപ്പോ നന്മയാണോ കൂടുതൽ തിന്മയാണോ?
നന്മയാണ് കൂടുതലെങ്കിൽ മാഷാ അല്ലാ സുഖമായിട്ട് ഉറങ്ങിക്കോളി. തിന്മയാണ് കൂടുതലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്ന, കോമ്പൻസേറ്റ് ചെയ്യുന്ന നന്മകൾ ചെയ്തിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. ഒരു 100 തിന്മയുണ്ട്, 10 നന്മയുള്ളൂ, പിന്നെ 91 നന്മ ചെയ്തിട്ടെന്ന് ഉറങ്ങാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നരകക്കാരനാണെന്ന് അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മെ കാക്കട്ടെ. തമാശ അല്ല കേട്ടോ, ഇതൊക്കെ സീരിയസ് ആണ്, വെരി സീരിയസ് ആണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു വിചാരണ നല്ലതാണ്. നാളത്തെ മഹ്ശറയിലുള്ള വിചാരണ അള്ളാഹു എളുപ്പമാക്കി തരും. ഒരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറാലോകം. ആ മഹ്ശറാലോകത്തെ ഹിസാബ് അല്ലാഹു എളുപ്പമാക്കി തരണമെങ്കിൽ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു വിചാരണ നടത്തണം. ഇന്ന് നന്മയാണോ തിന്മയാണോ കൂടുതൽ ചെയ്തത്? നന്മയാണ് കൂടുതലെങ്കിൽ സുഖമായി കിടന്നുറങ്ങാൻ പേടിക്കേണ്ടതില്ല. തിന്മയാണെങ്കിൽ ആ തിന്മകളെ പരിഹരിക്കണം, ആ തിന്മകളെ കരിച്ചു കളയണം. ആ തിന്മകളെ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് പണിയൊന്നുമില്ല, ഒരൊറ്റ ഒരു ദിക്ർ ചൊല്ലിയാൽ മതി, ഒരൊറ്റ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മതി. എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ ബാത്റൂമിൽ പോയി വുളൂ ചെയ്യാം. ബാത്റൂമിൽ പോയി വുളൂ ചെയ്തിട്ട് പല്ല് തേച്ചിട്ട് ബെഡ്റൂമിൽ വരാം. എന്നിട്ടൊന്ന് ബെഡിൽ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ടിങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ ആലോചിക്കുക, പഠിച്ചോൻ ഇന്ന് തെറ്റാണല്ലോ കൂടുതൽ. ഒന്നും വിഷമിക്കണ്ട. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅതു വ അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അർത്ഥം മനസ്സിലാക്കി ആത്മാർത്ഥമായി ഈ ദിക്ർ ചൊല്ലി കടന്നുറങ്ങുക. നിങ്ങൾ ചെയ്ത തെറ്റൊക്കെ അതിൽ പുറത്തു തന്നിട്ട് നന്മ കൂടുതലായിട്ടും ഉറങ്ങാൻ കഴിയും. എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചൊല്ലുക, മരിച്ച സ്വർഗത്തിലാണ്. എന്താണ് അർത്ഥം? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ അല്ലാഹുവേ നീ എൻ്റെ റബ്ബാണ്, നീ എൻ്റെ രക്ഷിതാവാണ്. ഖലഖതനി, അല്ലാഹുവേ നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീ എൻ്റെ സൃഷ്ടാവാണ്. വ അന അബ്ദുക, ഞാൻ നിന്റെ എളിയ അടിമ മാത്രമാണ്. ഞാൻ വെറും ഒരു അടിമ, എനിക്കൊരു സ്ഥാനമില്ല, വെറും നിന്റെ ഒരു നീചനായ നിന്ദ്യനായ അടിമ. ഇത്ര താണ് കൊടുക്കുക. അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅത്. പടച്ച റബ്ബേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിവിന്റെ പരമാവധി നന്മ ചെയ്യാൻ, നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എൻ്റെ തെറ്റ് കൂടുതലായിപ്പോയി. നമ്മൾ ആർക്കെങ്കിലും പഠിച്ചോന്ന് ധിക്കരിച്ചിട്ട് തെറ്റ് ചെയ്യുന്ന ആരുമില്ലല്ലോ. പഠിച്ചോ നോക്കട്ടെ, അങ്ങനെ നോക്കട്ടെ എന്നല്ല നമ്മൾ തെറ്റ് ചെയ്യുന്ന ആരുണ്ടാ? ഉണ്ടാ? അങ്ങനെ അല്ല ഉണ്ടെങ്കിൽ വന്നിട്ട് എന്നെ ശിക്ഷിച്ചോട്ടെ, അങ്ങനെയൊന്നും ആരുമില്ലല്ലോ. അറിയാതെ വന്നു പോവല്ലേ, നിയന്ത്രിക്കാൻ കഴിയാതെ വരികയല്ലേ. അപ്പൊ അള്ളാഹിനോട് പറയാ, റബ്ബേ അല്ലാഹുവേ കഴിവിന്റെ പരമാവധി തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ടും എന്റെ ഭാഗത്ത് തെറ്റ് വന്നു പോയി. എന്റെ ഈ ആരോഗ്യം, എന്റെ സമ്പാദ്യം, എന്റെ വീട്, എന്റെ മക്കൾ എല്ലാം നീ തന്നതാണ് റബ്ബേ, ഞാൻ അംഗീകരിക്കുന്നു. നീ തന്നതാണ്, ഇനി ഞാൻ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഗൾഫിലൊക്കെ ഷോപ്പ് ഉണ്ടത് റബ്ബ് തന്നതാണ്, നാട്ടിൽ ഷോപ്പും ബിൽഡിങ്ങുകളുണ്ട്, റബ്ബ് തന്നത്. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നീ തന്നതാണ്. നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്? അവർക്കൊക്കെ ഇവിടെ ബിൽഡിംഗ് ഉണ്ടാവും, അവർക്കൊക്കെ ഇവിടെ ഷോപ്പ് ഉണ്ടാവും, അവർക്ക് വലിയ മുതലാളിമാരെ മാറിയിട്ടുണ്ട്. നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്? നമ്മുടെ അതേ പ്രായം ഒന്നിച്ച് സ്കൂളിൽ ഇരുന്ന് പഠിച്ചു, നമ്മളെക്കാൾ ബുദ്ധിയുള്ള, നമ്മളെക്കാൾ കഴിവുള്ള സ്മാർട്ടായ ആളുകൾ ഇന്നൊരു 10,000-നൊക്കെ ജോലി ചെയ്യുന്നവരില്ലേ? 10,000 കിട്ടാത്തവരില്ലേ? എന്തുകൊണ്ട്? അവർക്ക് കിട്ടിയില്ല, നമ്മളെക്കാൾ കഴിവുള്ളവരല്ലേ. അപ്പൊ അവരുണ്ടാക്കിയതല്ല, നമ്മൾ ഉണ്ടാക്കിയതില്ല, ഇത് റബ്ബ് തന്നതാണ്, അള്ളാഹു തന്നതാണ്. തിരിച്ചറിവാണ് നമ്മൾക്ക് ഇതൊക്കെ നൽകുന്നത്. അത് നമ്മൾ തിരഞ്ഞെടുത്തു, മുതലാളിയായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു അത് നിലനിർത്തട്ടെ, അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ. വലിയ കോടീശ്വരന്മാരൊക്കെ സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെ ആയി പോകുന്നുണ്ട്. അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതാണ് വലിയ സംഭവം. സമ്പത്ത് ഇങ്ങനെ നിലനിൽക്കണം മരണം വരെ. അള്ളാഹു തന്ന നിഅമത്ത് മരണം വരെ നിലനിൽക്കണം. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ തന്ന നിഅമത്ത്, നീ തന്ന നിഅമത്താണ്, നീ തന്ന അനുഗ്രഹങ്ങളാണ്, ഞാനത് സമ്മതിക്കുന്നു, ഞാൻ ഉണ്ടാക്കിയതല്ല. വഅബൂഉ ലക ബിദംബി, ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ.
തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതെന്ത് സ്വിമ്മിംഗ് പൂളാണോ? ഇടയിലൊരു സ്വിമ്മിംഗ് പൂൾ കാണുന്നുണ്ട്. എന്ത് സംഭവം? ഓപുശാല. അല്ലാഹുവേ, ഞാൻ ചെയ്ത തെറ്റുകളും ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. എന്നാലും അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. നീ അല്ലാതെ പിന്നെ ആരാ പുറത്തു തരാ? ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു താ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. നീ അല്ലാതെ പിന്നെ ആരാണ് റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരുന്നത്? ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്ന തെറ്റുകൾ ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുകയാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുകയാണ് റബ്ബേ. ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ സദസ്സ് നീ സ്വീകരിക്കണേ റബ്ബേ. ഈ ദിക്ർ ചൊല്ലി കടന്നുറങ്ങാം. ഈ ദിക്ർ കാണാതെ പഠിക്കല്ലാരും, കാണാതെ പഠിച്ചത് ചൊല്ലിയിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ ചൊല്ലി. ഇത് തത്തമ്മേ പൂച്ച പൂച്ചാന്ന് ചെല്ലുന്ന പോലെ ഇങ്ങനെ ആസീനൊന്നും വരെ പോകണ്ട. അർത്ഥം അറിഞ്ഞ് അർത്ഥം മനസ്സിലാക്കി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചൊല്ലി കിടന്നുറങ്ങാം. മരിച്ച സ്വർഗം കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകട്ടെ. എല്ലാവർക്കും അറിയില്ല, ഇത് അറിയില്ല പഠിക്കണം കേട്ടോ. അറിയില്ലെങ്കിൽ ഇത് പഠിക്കാൻ ശ്രമിക്കണം. ഒന്ന് ഉറക്കെ ചൊല്ലിക്കോളൂ എല്ലാവരും. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു വഅബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത. ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നവരെപ്പോഴും ദുആ ചെയ്യാൻ പറയും. എനിക്കാണെങ്കിൽ മറന്നിട്ടും പോകും. അല്ലാഹുവേ, ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നവരുണ്ട്, സോഷ്യൽ മീഡിയകളിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെയൊക്കെ. അല്ലാഹുവേ, അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നവർ നമ്മുടെ മാന്യ ഉസ്താദ് ഉണ്ടതുപോലെ സോഷ്യൽ മീഡിയകളിൽ ഇത്തരം നന്മകൾ പ്രചരിപ്പിക്കുന്ന എത്രയോ പ്രവർത്തകരുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയുടെ ക്ഷീണം മാറി എല്ലാവരും കിടന്നുറങ്ങാതെ ഓരോ വഅദുകളും പൂർണ്ണമായി കേട്ട് അതിന്റെ നല്ല നല്ല ഭാഗങ്ങൾ ക്ലിപ്പുകളാക്കി സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട് റബ്ബേ. അവരുടെ സേവനമാണ് സേവനം, അതാണ് റബ്ബേ സേവനം. ആ സേവനങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ഇത് വീക്ഷിക്കുന്ന ആളുകൾ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാ. നമ്മൾക്ക് സുഖമായി കിടന്നുറങ്ങണമെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടു എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോ എല്ലാ പാപങ്ങളും പൊരുത്തപ്പെട്ടു എന്ന് ഉറപ്പിച്ചിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് 40 കഴിഞ്ഞവർ. മൻബലഗ 40, 40 വയസ്സായ ഒരാൾ, 40 വയസ്സായ ഒരാണായാലും പെണ്ണായാലും ശരി, അവരുടെ തിന്മകളാണ് നന്മകളെക്കാൾ കൂടുതലുള്ളത്. 5 നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നു എന്നല്ലാതെ വീട്ടിലെത്തിയാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ളുഹർ മുതൽ അസ്ർ വരെ. അസറിന് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്നു എന്നല്ലാതെ അസർ കഴിഞ്ഞാൽ വൈകുന്നേരം മഗ്രിബ് വരെ പീടികത്തിണ്ണയിലിരുന്ന് അങ്ങാടിയിലിരുന്നിട്ട് നാട്ടിലുള്ള ചുറ്റുവള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ട് ഗീബത്തും നമീമത്തും പറയുകയാണ്. മഗ്രിബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നല്ലാതെ തിരിച്ചു വന്നിട്ട് ഇശാ വരെ ടിവിയാണ്. പിന്നെ ഇശാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നു എന്നല്ലാതെ തിരിച്ചു വന്നിട്ട് 10 മണി വരെ ടിവിയാണ്. ഇങ്ങനെ സിനിമയും സീരിയലും കണ്ടുകൊണ്ട് തന്റെ വാർദ്ധക്യത്തെ
ചെലവഴിക്കുന്ന 40 കഴിഞ്ഞ ആളുകളോടാ ഞാൻ ഈ പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ തിന്മകളായിരിക്കും നന്മയേക്കാൾ കൂടുതലുള്ളത്. നന്മ എണ്ണി നോക്കുമ്പോൾ 5 നിസ്കാരങ്ങൾ മാത്രമാണ്. തിന്മ എണ്ണി നോക്കുമ്പോൾ ഒരു ദിവസത്തെ 24 ഹവേഴ്സിൽ 24 മണിക്കൂറിൽ 12 മണിക്കൂറും സിനിമ കണ്ടിരിക്കാം, ഹറാമ് പറഞ്ഞിരിക്കാം, ഹറാമ് കേട്ടിരിക്കാം, ഹറാമ് കണ്ടിരിക്കാം. എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നാളെ മഹ്ശറാ ലോകത്ത് നമ്മളൊക്കെ രക്ഷപ്പെടുന്നത്? അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അല്ലാതെ തന്നെ തിന്മകളിൽ നിന്ന് സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ പരിശോധന നടത്തണം. പരിശോധന നടത്തി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. അതിനൊക്കെ പുറമെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ദിക്ർ ആത്മാർത്ഥമായി മനസ്സിരുത്തി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി ചൊല്ലിയിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തന്ന് ഈമാൻ സലാമത്തായി പുഞ്ചിരിയോട് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അമറനി ഖലീലി ബിസബ്ഇൻ, എന്റെ സുഹൃത്ത്, എന്റെ ചങ്ങാതിയായ എന്റെ ഹബീബ് എന്നോട് 7 കാര്യങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. അമറനി ഖലീലി ബിസബ്ഇൻ, എന്റെ സുഹൃത്തായ എന്റെ ചങ്ങാതിയായ എന്റെ ഹബീബ് എന്നോട് 7 കാര്യങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. ആ 7 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ സ്വഭാവം നന്നാക്കാൻ നമ്മൾക്ക് കഴിയും, നമ്മുടെ പെരുമാറ്റം നന്നാക്കാൻ നമ്മൾക്ക് കഴിയും, ജീവിതത്തിൽ നല്ലതുപോലെ ജീവിച്ച് നല്ലതുപോലെ മരിക്കാൻ നമ്മൾക്ക് കഴിയും. ഏതൊക്കെയാണ് ആ 7 കാര്യങ്ങൾ? ഓരോന്നോരോന്ന് ഓരോ ദിവസങ്ങളിൽ വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് സമയത്തിന്റെ ദൈർഘ്യം ഭയന്ന് ഞാൻ ഒരൽപ്പം വിശദീകരിച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് ഒന്നാമതായി മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അമറനീ ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുവ്വി മിൻഹും. ഞാൻ 7 കാര്യം അവസാനം ചോദിക്കും. അമറനീ ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുവ്വി മിൻഹും, മിസ്കീന്മാരെ പാവങ്ങളെ സ്നേഹിക്കാൻ എന്റെ ഹബീബ് എന്നോട് പറഞ്ഞു. വദ്ദുനുവ്വി മിൻഹും, അവരോട് അടുക്കാനും എന്നോട് പറഞ്ഞു. പാവങ്ങളെ സ്നേഹിക്കണം, മിസ്കീന്മാരെ സ്നേഹിക്കണം, ഫക്കീറുകളെ സ്നേഹിക്കണം. ഇവിടെ യാചന നിരോധിച്ചിരിക്കുന്നു എന്ന ഫ്ലക്സുകൾ വെക്കുന്നത് ധാർഷ്ട്യമാണ്, അഹങ്കാരമാണ്. നമ്മുടെ നാട്ടിൽ യാചകരാരും വരാൻ പാടില്ല, പിരിവുകാരും വരാൻ പാടില്ല എന്ന് പറയുന്നത് അഹങ്കാരമാണ്. അത് വെല്ലുവിളിയാണ്, അള്ളാഹുവിനോടുള്ള വെല്ലുവിളിയാണ്. ഇത് ചെയ്യരുത്, ഒരു നാട്ടുകാരും അത് ചെയ്യരുത്. അള്ളാഹു നമ്മൾക്ക് നിഅമത്ത് തന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ തടയുകയോ? എങ്ങനെ അത് ചെയ്യാം? പല നാടുകളിലും കാണാൻ അവരിൽ ക്രിമിനൽ ഉണ്ടാവും, അത് നമ്മൾ സൂക്ഷിക്കുക. യാചകന്മാരിൽ ക്രിമിനൽ ഉണ്ടാവും, അത് നമ്മൾ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ നാട്ടിൽ നിന്നൊരു യാചകനും പുറത്തു പോകാൻ പാടില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം. ഈ പുല്ലൂക്കര അത് കുനിയിൽ പുല്ലൂക്കര കുനിയിൽ പീടികയിൽ വെച്ചുള്ള ഒരാളും യാചന നടത്തി പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. മഹല്ല് തീരുമാനിക്കണം, പള്ളി സെക്രട്ടറിയും പ്രസിഡന്റും കമ്മിറ്റിയൊക്കെ കൂടി തീരുമാനിക്കണം. എന്ത്? ഈ പുല്ലൂക്കരയിൽ നിന്ന് ഒരു കുഞ്ഞുമോൻ, ആണായാലും പെണ്ണായാലും, പുല്ലൂക്കരയുടെ ബൗണ്ടറി വിട്ടിട്ട് യാചിക്കാൻ പോകാൻ പാടില്ല. അങ്ങനെ ഒരു ശക്തമായ കർശനമായ നിയമം കൊണ്ടുവരണം നാട്ടിൽ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പിരിവിന് പോയി അല്ലെങ്കിൽ യാചിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ കർശനമായ നടപടി എടുക്കും. അപ്പൊ അവര് നിങ്ങളെ സമീപിക്കും. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുക? അവർക്ക് ജീവിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ അതിനൊരു പരിഹാരം കണ്ടെത്തണം, മഹല്ലതിനൊരു പരിഹാരം കണ്ടെത്തണം. പാവങ്ങളായ പട്ടിണി പാവങ്ങളായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും. അവർക്കുള്ള സാമ്പത്തികമായ സഹായം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കമ്മിറ്റിക്കാരിരുന്ന് ചർച്ച ചെയ്യണം. മുതലാളിമാർ നമ്മുടെ നാട്ടിലുണ്ടാകും, ബിസിനസ്സുകാർ നമ്മുടെ നാട്ടിലുണ്ടാകും, വ്യത്യസ്തമായ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും. അവരെല്ലാവരും കൂടി ഒരു ചർച്ച നടത്തി, ഇന്നാലെന്ന വീട്ടിൽ അവിടെ അധ്വാനിക്കാനില്ല, വിധവയായ ഒരു വയസ്സായ ഉമ്മയാണുള്ളത്, 3ഓ 4ഓ പഠിക്കുന്ന മക്കളാണുള്ളത്, അവരെങ്ങനെ ജീവിക്കുമെന്ന്, അവർക്കതിനുള്ള എങ്ങനെ പരിഹാരം കണ്ടെത്തുമെന്ന് മഹല്ല് കമ്മിറ്റി തീരുമാനിക്കണം. അങ്ങനെ നമ്മൾക്ക് അവർക്കൊരു വരുമാനമുള്ള എന്തെങ്കിലും ഒരു റൂമോ ബിൽഡിങ്ങോ നമ്മൾ എടുത്തു കൊടുക്കണം. അല്ലെങ്കിൽ അവരെ നമ്മളെല്ലാവരും കൂടി മാസത്തിൽ ഇത്ര നമ്മൾ കൊടുക്കണം. അവരുടെ എല്ലാ വിഷയത്തിലും നമ്മളെല്ലാവരും കൂടി സഹായിക്കണം. അവർ നമ്മളുടെ തന്നെയല്ലേ, നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മൾ തന്നെയല്ലേ. നമ്മുടെ വീട്ടുകാർ മാത്രമാണോ നമ്മുടേതല്ല, നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മുടെ തന്നെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ നമ്മൾ അവരെ സഹായിക്കേണ്ടിയിരിക്കുന്നു.
അതേപോലെ ഓരോ കുടുംബക്കാരും ഒരു തീരുമാനമെടുക്കണം. ഇപ്പൊ എന്റെ കുടുംബക്കാർ യാചിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് കുടുംബക്കാരെല്ലാം സംഗമിച്ചൊരു തീരുമാനമെടുക്കണം. അങ്ങനെ സാമ്പത്തികമായി പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് കുടുംബത്തിലെ കാരണവന്മാര് പറയണം. അങ്ങനെ നമ്മൾ അവരെ സഹായിക്കണം. അങ്ങനെ എല്ലാ കുടുംബക്കാര് തീരുമാനിച്ചാൽ, എല്ലാ മഹല്ലിലെ നാട്ടുകാർ തീരുമാനിച്ചാൽ, എല്ലാ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തീരുമാനിച്ചാൽ ഇവിടെ യാചന നടത്തേണ്ട ആവശ്യം നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകുമോ? ഓരോ പള്ളികളിൽ വെള്ളിയാഴ്ച ജുമാ ദിവസത്തിന് ശേഷം, വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം ഇന്ന മഹല്ലിൽ നിന്ന് പള്ളി സെക്രട്ടറിയുടെ ഒപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ മക്കളുടെ വിവാഹത്തിന് സഹായിക്കണമെന്ന് പറഞ്ഞ് യാചിക്കാൻ വരുന്നവരുണ്ട്. വീട് നിർമ്മിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് ഓരോ പള്ളിയിലേക്ക് മഹല്ല് കമ്മിറ്റി സെക്രട്ടറി എഴുത്തയച്ചു വിടുന്നവരുണ്ട്. ആ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളോടാണ് പറയുന്നത്, ഇത് നാണക്കേടാണ്, ഇത് നാണക്കേടാണ്. നിങ്ങളുടെ ഒപ്പും നിങ്ങളുടെ സീലുമായി മറ്റുള്ള നാടുകളിലേക്ക് പോയി യാചിക്കുന്നത് നിങ്ങളുടെ നാടിന്റെ അപമാനമാണ്. അതുകൊണ്ട് അത്തരം ആളുകളെ നാട്ടിന്റെ പുറത്തേക്ക് പോവാതെ നിങ്ങൾ തന്നെ ആ വിഷയം ഏറ്റെടുത്ത് അത്തരം ആളുകളെ സഹായിക്കണം. സ്വന്തമായിട്ട് നമ്മൾക്ക് 1 കോടിയുടെ വീട് നിർമ്മിക്കാൻ ഒരു മടിയുമില്ല. സ്വന്തമായി 50 ലക്ഷത്തിന്റെ 60 ലക്ഷത്തിന്റെ 70 ലക്ഷത്തിന്റെ വീടുകൾ സ്വന്തമായിട്ടല്ലയോ നമ്മൾ നിർമ്മിക്കുന്നത്? അതിന് മറ്റൊരാളുടെ സഹായം നമ്മൾ ചോദിക്കുന്നുണ്ടോ? പിന്നെ എന്തേ 400ഉം 500ഉം വീടുകളുള്ള മഹല്ലിൽ ഒരു വീട് നിർമ്മിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ മഹല്ലിലേക്ക് യാചിച്ചു നടക്കേണ്ട ഗതികേട് എന്തിനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അപ്പൊ എല്ലാവരും കൂടി ഒരു 50,000 ഒരു 60,000 10,000 ഒക്കെ നൽകി അവർക്കൊരു ചെറിയൊരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു മഹല്ലിന് കഴിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. യാചകന്മാരായ ആളുകളെ ഞങ്ങളുടെ മഹല്ലിലേക്ക് കയറ്റൂല എന്ന് പറയുന്നത് അഭിമാനമല്ല, അപമാനമാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും ഒരു തീരുമാനമെടുത്ത് നമ്മുടെ നാട്ടിലും കുടുംബങ്ങളിലുള്ള പാവങ്ങളെ നമ്മൾ പരിശോധന നടത്തി കണ്ടെത്തി അവരെ സഹായിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അമറനി, എന്റെ ഹബീബ് എന്നോട് പറഞ്ഞു, ബിഹുബ്ബിൽ മസാകീൻ, മിസ്കീന്മാരെ സ്നേഹിക്കണം, പാവങ്ങളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. വദ്ദുനുവ്വി മിൻഹും, അവരോട് അടുക്കണം, അവരുമായി ഇടപെടണം, അവരുടെ കൂടെ സമയം ചെലവഴിക്കണമെന്ന് എന്റെ ഹബീബ് എന്നോട് പറഞ്ഞു എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾ പള്ളിയിലേക്ക് വരികയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, മന്നതഅമൽ യൗമ മിസ്കീന, ഇന്ന് നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരു മിസ്കീനായ ഒരു പാവത്തിന് ഭക്ഷണം നൽകിയിട്ടുണ്ടോ? നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും മിസ്കീനായ ഒരു പാവത്തിന് ഇന്ന് ഭക്ഷണം നൽകിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്കത് സ്വർഗത്തിലെത്താനുള്ള എളുപ്പ വഴിയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ഏതെങ്കിലും ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈപൊക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ ചുറ്റുഭാഗങ്ങളിലും നോക്കി ഒരാളെയും കണ്ടില്ല. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കൈവക്കുന്നത്. അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബിയെ, ഞാൻ ഇന്നൊരു മിസ്കീനിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അന്വേഷിച്ചു നോക്കുമ്പോൾ പള്ളിയിലേക്ക് വരാനിരിക്കുമ്പോഴാണ് ഒരു യാചകൻ വന്നത്. പള്ളിയിലേക്ക് നടന്നു വരുമ്പോഴാണ് ഒരു യാചകൻ വന്നത്. വല്ലതും തരണേ എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് കടന്നു വന്നപ്പോ സിദ്ദീഖ് തങ്ങൾക്കറിയാം വീട്ടിലൊന്നുമില്ല, വീട്ടുകാരെല്ലാം പട്ടിണിയാണെന്നറിയാം. സിദ്ദീഖ് തങ്ങൾ യാചകനെയും കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ മകൻ അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു റൊട്ടി കണ്ടോ. അബ്ദുറഹ്മാൻ ഒരു റൊട്ടി ഇങ്ങനെ കഴിക്കുന്നത് കണ്ടോ. അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് ആ റൊട്ടി വാങ്ങിച്ച് ഈ പാവപ്പെട്ട മിസ്കീനായ യാചകന് മഹാനായ സിദ്ദീഖ് തങ്ങൾ നൽകി. എന്നിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത്, മന്നതഅമൽ യൗമ മിസ്കീന, ഇന്ന് ആരാണ് മിസ്കീനിന് ഭക്ഷണം നൽകിയത് എന്ന് ചോദിച്ചത്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അനയാ റസൂലല്ലാഹ്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇങ്ങനെ മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുന്നത് കൊണ്ട് അല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു അവസരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് മിസ്കീന്മാരെ സഹായിക്കൽ. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ദുആ ചെയ്യാറുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ലൈത, നീ നിസ്കരിച്ചാൽ ഫഖുൽ, നീ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ വഇദാ അറദ്ത ബിഇബാദിക ഫിത്ന ഫഖ്ബിൽനി ഇലൈക ഗൈറ മഫ്തൂൻ. അല്ലാഹുവേ,
നിസ്കാരം കഴിഞ്ഞാൽ ഈ ദുആ ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ ദുആഇന്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്. അല്ലാഹുവേ ഞാൻ നിന്നോട് നന്മ ചെയ്യാനുള്ള അവസരം ചോദിക്കുകയാണ് റബ്ബേ. ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി, എനിക്ക് നന്മ മാത്രം ചെയ്ത് ജീവിക്കാൻ നീ അവസരം നൽകണേ അല്ലാഹ്. ദുആ ചെയ്യാറുണ്ടോ? നന്മ മാത്രം ചെയ്ത് എനിക്ക് ജീവിക്കാൻ അവസരം തരണം. വതർക്കൽ മുൻകറാത്തി, അല്ലാഹുവേ തെറ്റു ചെയ്യാതെ ജീവിക്കാൻ എനിക്ക് അവസരം നൽകണേ അല്ലാഹ്. ദുആ ചെയ്യാറുണ്ടോ? ഇതൊക്കെ ചെയ്യേണ്ട ദുആയാണ്. അറബിയിൽ അറിയില്ലെങ്കിൽ മലയാളത്തിൽ ദുആ ചെയ്യ്. അല്ലാഹുവേ നന്മ ചെയ്ത് ജീവിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മരണം വരെ തെറ്റു ചെയ്യാതെ ജീവിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ. അല്ലാഹുവേ മിസ്കീന്മാരോട് എൻ്റെ മനസ്സിൽ നീ സ്നേഹം നൽകണേ അല്ലാഹ്. പാവങ്ങളെ കാണുമ്പോൾ അവരോടൊരു ലാളന, അവരോടൊരു മമത, അവരോടൊരു വിധേയത്വം, അവരോടൊരു സ്നേഹം, അവരോടൊരു കാരുണ്യം എൻ്റെ മനസ്സിലേക്ക് നീ നൽകണേ അല്ലാഹ് എന്ന് പരിശുദ്ധ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. നമ്മൾ അങ്ങനെ ദുആ ചെയ്യാറുണ്ടോ? പുച്ഛത്തോടെ നടന്ന് നീങ്ങാറല്ലേ പതിവ്? അല്ലേ? ചോദിച്ചു വാങ്ങാൻ, മിസ്കീന്മാരോട് എനിക്ക് സ്നേഹം തരണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി. അല്ലാഹുവേ നന്മ ചെയ്ത് മാത്രം ജീവിക്കാൻ, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, മിസ്കീന്മാരെ സ്നേഹിക്കാൻ നീ എനിക്ക് അവസരം നൽകണേ അല്ലാഹ്. വഇദാ അറദ്ത ബിഇബാദിക ഫിത്ന, ഒരു നാട്ടിലോ ഒരു സമുദായത്തിലോ നീ പരീക്ഷണം നൽകാൻ ഉദ്ദേശിച്ചാൽ എന്നെ പരീക്ഷിക്കാതെ നീ, എന്നെ വഷളാക്കാതെ നീ എന്നെ കൊണ്ടുപോവണേ അല്ലാഹ്. വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബിൽനി ഇലൈക ഗൈറ മഫ്തൂൻ. അല്ലാഹുവിന്റെ ഹബീബ് ഓരോ നിസ്കാരം കഴിയുമ്പോഴും മിസ്കീന്മാരെ സ്നേഹിക്കാൻ എനിക്ക് അവസരം നൽകണേ അല്ലാഹ്, മിസ്കീന്മാരെ സ്നേഹിക്കാൻ അവസരം നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാനുള്ള കാരണം മിസ്കീന്മാർക്ക് അല്ലാഹുവിന്റെ മുമ്പിലുള്ള സ്ഥാനമാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ മിസ്കീന്മാർക്കുള്ള പ്രത്യേകതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മിസ്കീന്മാരെ സ്നേഹിക്കുക, അതുകൊണ്ട് നാളെ രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا ورحمة ربك خير مما يجمعون. അല്ലാഹുവിന് ഇവിടെ എല്ലാവരെയും കോടീശ്വരന്മാരായി സൃഷ്ടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. എൻ്റെ എല്ലാവരും കോടീശ്വരന്മാരാക്കിക്കൂടെ? അല്ലാഹുവിന് വല്ലതും കുറയോ? പുല്ലുക്കരയിലുള്ള എല്ലാവരും കോടീശ്വരന്മാരാണ്. പഠിച്ചോൻ ഇതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. പക്ഷെ എല്ലാവരും കോടീശ്വരന്മാരായാലുള്ള നഷ്ടം എന്തെന്നറിയോ? എന്തറിയോ? എല്ലാവരും പാവങ്ങളാവും. എല്ലാവരും കോടീശ്വരന്മാരായാലും എല്ലാവരും പാവങ്ങളാവും. എന്തേ? കോടീശ്വരന്മാരാകുമ്പോൾ അവർ ഷോപ്പിലിരുന്നിട്ട് പണിയെടുക്കില്ല. ഷോപ്പിൽ പണിയെടുക്കുമോ കോടീശ്വരന്മാർ? അറുത്തിട്ട് ഇറച്ചൊക്കെ കഷ്ണാക്കിയിട്ട് കൊടുക്കാൻ അവർ നിൽക്കുമോ? അതുപോലെ തന്നെ ഇവിടെ വണ്ടിയൊക്കെ വാടക കൂട്ടാൻ അവർ നിൽക്കുമോ? ബസ് ഡ്രൈവർ നിൽക്കോ? കണ്ടക്ടറാവും നിൽക്കോ? ക്ലീനറാവും നിൽക്കോ? കൂലിപ്പണിക്കവർ പോവോ? ഇല്ല. അവരിങ്ങനെ അടിച്ചു പൊളിച്ച് കാലിങ്ങനെ സുഖിച്ച് പോവും. അവർക്ക് പഠിച്ചാൽ പൈസ കൊടുത്ത്. നമ്മുടെ നാട്ടിൽ എല്ലാവരും പൈസ കൊടുത്താൽ ഷോപ്പിലൊന്നും ആരും നിൽക്കില്ല. അപ്പം എന്താവും? ഫുള്ള് ലോകന്നെ തകിടം പറയും. ലോകത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടും. അപ്പോൾ കുറച്ച് മുതലാളിമാർ, അതുപോട്ടെ എല്ലാവരും വാഴ പറയുന്ന ആളായാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊക്കെ നല്ല വാഴന്മാരാണ്, നിങ്ങൾ പോയി പണി നോക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളെ വീട്ടിലിരിക്കൂല. ഈ വാഴൊക്കെ നിങ്ങളിരിക്കോ? നിങ്ങളൊരു ഞാനും പറയാം, ഉസ്താദ് അവിടെ ഇരുന്നോന്ന് പറയും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് കേൾക്കേണ്ടി വരും. ഞാൻ ഇരിക്കൂല. അതാ സംഭവിക്കുക. എല്ലാവരും ഒരുപോലെ ആവില്ല. ലോകത്തിനൊരു നിലനിൽപ്പുണ്ട്. അതിൻ്റെ ബാലൻസ് ഇങ്ങനെയാണ്. കുറച്ച് മുതലാളിമാർ, കുറച്ച് പാവങ്ങൾ, കുറച്ച് വിഡ്ഢികൾ, കുറച്ച് ബുദ്ധിജീവികൾ, കുറച്ച് അധ്യാപകർ, കുറച്ച് ഡോക്ടർമാർ, കുറച്ച് എഞ്ചിനീയർമാർ, കുറച്ച് പെണ്ണുങ്ങൾ, കുറച്ച് കുർത്തം കെട്ട പെണ്ണുങ്ങൾ, കുറച്ച് കുർത്തം കെടാത്ത പെണ്ണുങ്ങൾ, ഇങ്ങനെ എല്ലാം വേണം ലോകത്ത്. ഇതിൻ്റെ ബാലൻസ് ഇങ്ങനെയാണ്.
ഇതിങ്ങനെയുള്ളൂ. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിൽ ഓരോ ആളുകളുടെ ജീവിതവും അള്ളാഹു കണക്കാക്കിയതാണ്, അള്ളാഹു അത് വീതിച്ചതാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണത്. വറഫഅനാ ബഅലഹും ഫൗഖ ബഅലിൻ ദറജാത്ത്. ചില ആളുകളെ അള്ളാഹു ചില ആളുകളെക്കാളും സ്ഥാനം നൽകി. ചില ആളുകൾക്ക് അള്ളാഹു സമ്പത്ത് നൽകി, സ്ഥാനങ്ങൾ നൽകി, ഇൽമു നൽകി, ബിസിനസ്സിൽ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകി. അള്ളാഹു ചില ആളുകൾക്ക് ബുദ്ധി നൽകി, ചില ആളുകൾക്ക് ആവറേജ് ബുദ്ധിയാണ്, ചില ആളുകൾ APL ആണ്, ചില ആളുകൾ BPL ആണ്. ഇങ്ങനെയൊക്കെ പഠിച്ചോണ്ടിന്റെ നിയന്ത്രണമാണ്. എന്തിനിത്? ചില ആളുകളുടെ മേലിൽ ചില ആളുകൾക്ക് നിയന്ത്രണം വേണം. പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് ആളുകൾ വേണം. നമ്മൾ എല്ലാവരും കോടീശ്വരന്മാരായാലും ആര് പറഞ്ഞത് ആരും കേൾക്കൂല. എനിക്കും പൈസ ഉണ്ട്, നിനക്കും പൈസ ഉണ്ട്, നീ എന്താ എന്നോട് പറയാൻ ആരാ? പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് ആളുകൾ വേണം. നമ്മുടെ കീഴിൽ പണിയെടുപ്പിക്കാൻ, ജോലി ചെയ്യാൻ എല്ലാറ്റിനും ആള് വേണം. അതിനാണ് അല്ലാഹു തആല ഇങ്ങനെ ലോകത്തിന്റെ ബാലൻസിന്റെ ബാലൻസ് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ആളുകൾ, ഓരോ കാറ്റഗറിയിൽ ഓരോ ആളുകൾ അല്ലാഹു തെരഞ്ഞെടുത്തത്. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? മുതലാളിമാരായ ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് അല്ലാഹു എനിക്ക് സമ്പത്ത് നൽകിയത് എനിക്കും എൻ്റെ മക്കൾക്കും മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. എനിക്കും എൻ്റെ മക്കൾക്കും മാത്രമുള്ള സമ്പത്തല്ല ഇത്. എന്റെയും എൻ്റെ മക്കളുടെയും ചെലവ് കഴിഞ്ഞാൽ എൻ്റെ കുടുംബങ്ങളെ ഞാൻ നോക്കേണ്ടതുണ്ട്, എൻ്റെ നാട്ടിലെ പള്ളി ഞാൻ നോക്കേണ്ടതുണ്ട്, എൻ്റെ നാട്ടിലെ മദ്രസയെ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എൻ്റെ കുടുംബത്തിലെ പാവങ്ങളെ, എൻ്റെ നാട്ടിലെ പാവങ്ങളെ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു ബോധം എല്ലാ മുതലാളിമാർക്കും ഉണ്ടാവണം. ഇനി പാവങ്ങളായ ആളുകൾക്കുണ്ടാവേണ്ട ബോധം, അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകിയില്ല, അള്ളാഹു എന്നെ ദരിദ്രനാക്കി, എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് ജോലി വേണം, എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും അധ്വാനിച്ച് ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യാനുള്ള മനസ്സ് പാവങ്ങൾക്കുണ്ടാവണം. അതോടൊപ്പം അവർ മനസ്സിൽ കരുതണം, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. മറ്റൊരാളുടെ മുമ്പിൽ പോയി യാചിക്കാൻ പാടില്ല. അള്ളാഹു എന്നെ ഒരു ദരിദ്രനാക്കി, അള്ളാഹു എന്നെ ബലഹീനനാക്കി, അള്ളാഹു എനിക്ക് സമ്പത്ത് തന്നില്ല, പക്ഷേ ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ പോയി യാചിക്കാൻ പാടില്ല. മറ്റൊരാളുടെ മുമ്പിൽ പോയി ബെഗ് ചെയ്യുന്നത് അള്ളാഹുവിനെ വില കുറച്ച് കാണലാണ്. അതുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ള ചിന്ത പാവങ്ങൾക്കും ഉണ്ടാവണം. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിളുഅഫായിക്കും. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളെ കഴിവ് കൊണ്ടാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പ് എന്ന് തോന്നുന്നുണ്ടോ? ഹൽ തുർസഖൂൻ, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വരുമാനമൊക്കെ ഉള്ളത് നിങ്ങളെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഹൽ തുൻസറൂന, അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നത്, വതുർസഖൂന, അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകിയത്, ഇല്ലാ ബിളുഅഫായിക്കും, നിങ്ങളുടെ നാട്ടിലുള്ള ബലഹീനരുടെ ബർക്കത്ത് കൊണ്ടാണ്. ബലഹീനരില്ലെങ്കിലും മുതലാളിമാരില്ല എന്നാണ്. ബലഹീനരുടെ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹു റിസ്ഖും സഹായമൊക്കെ തരുന്നത്, നാട്ടിൽ പാവങ്ങളുള്ളത് കൊണ്ടാണെന്നാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അന്നൽ ളുഅഫാ അശദ്ദു ഇഖ്ലാസും ഫിദ്ദുആഇ, ബലഹീനർ ദുആ ചെയ്യുമ്പോൾ, ദരിദ്രരായ പരീക്ഷണങ്ങളിൽ അതിജീവിക്കുന്ന ആളുകൾ, പരീക്ഷണങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ദുആ ചെയ്യുമ്പോൾ അവർക്ക് ആത്മാർത്ഥത ഉണ്ടാവും. ഒരു മുതലാളിയുടെ ദുആവും പാവപ്പെട്ടവന്റെ ദുആവും വ്യത്യാസം ഉണ്ടാവും, ഇല്ലേ? മുതലാളി എല്ലാം ഉണ്ടായി അയാൾക്ക്, പിന്നെ എന്താ ചോദിക്കേണ്ടത്? പഠിച്ചോ എനിക്ക് കടമുണ്ട്, കടമില്ല, പഠിച്ചോ എനിക്ക് പൈസ വേണം, പൈസ ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ എന്ത് പേര് ദുആ ചെയ്യാം, എൻ്റെ ആഖിറത്ത് നന്നാക്കണം. ആത്മാർത്ഥത കുറയും മുതലാളിമാരാകുമ്പോൾ. പക്ഷെ പാവങ്ങൾ പഠിച്ചവനെ കരഞ്ഞിട്ട് ദുആ ചെയ്യും, എന്നെ കടമാണ്, പ്രശ്നമാണ്, രോഗിയാണ്, അള്ളാഹു എന്നെ സഹായിക്കും, ഇങ്ങനെ ആത്മാർത്ഥമായി ദുആ ചെയ്യും ഫഖീർമാർ, ദരിദ്രരായ ആളുകൾ. അവർക്ക് ദുആയിൽ നല്ല ഇഖ്ലാസ് ഉണ്ടാകും. ഹദ്ദാദിന് ആരായിരിക്കുക? മുതലാളിമാർക്ക് ഹദ്ദാദിനിരിക്കും, വലിയ വലിയ ബിസിനസ്സുകാർക്ക് ഹദ്ദാദിനിരിക്കും, വാദിന് വന്നിട്ടിരിക്കും. കമ്മിറ്റിക്കാരാണെങ്കിൽ ചിലപ്പോൾ സ്റ്റേജിലൊക്കെ വന്നിട്ടിരിക്കും, അല്ല വന്നിട്ടിരിക്കോ? ഇരിക്കോ? ഇല്ല. അപ്പൊ അവർക്ക് ഇഖ്ലാസ് കുറവായിരിക്കും. എന്നാൽ ഇഖ്ലാസ് ഉള്ള മുതലാളിമാരുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. കോടിക്കണക്കിന് ആസ്തിയുള്ളവരൊക്കെ 2 മണിക്കൂർ വാദിനിരിക്കുന്നത് കാണാറുണ്ട് ഞാൻ. കോടിക്കണക്കിന് ആസ്തിയുള്ളവരൊക്കെ 2 മണിക്കൂർ വാദിരിക്കും. ഇവിടെ അല്ല, അവിടെ ഇരിക്കും, 2 മണിക്കൂർ ഇരിക്കും. അങ്ങനെയുള്ള ഇഖ്ലാസുള്ള മുതലാളിമാരുണ്ട്. ആരാധനയിൽ നല്ല ഇഖ്ലാസ് ഉണ്ടാകും പാവങ്ങൾക്ക്. മുതലാളിമാർക്ക് ചിന്ത, പഠിച്ചോനെ ഖത്തർ വലിയ ടൈറ്റാണ്,
ശക്തമായ മഴ, വെള്ളപ്പൊക്കം, എൻ്റെ ഷോപ്പിന് എന്തെങ്കിലും ആയോന്നൊക്കെ ആയിരിക്കും നിസ്കാരത്തിൽ ചിന്ത. സ്വാജി അങ്ങനെയല്ലല്ലോ, സുഖ നാട്ടിലെത്തിയിട്ടുണ്ട്, പക്ഷെ ചിന്തക്ക് ഇന്നലെ ഖത്തറിൽ വന്ന മഴയായിരിക്കും ചിലപ്പോൾ. അതേപോലെ നമ്മൾക്ക് ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെ ചിന്ത വരും. പക്ഷെ അവർക്ക് ചിന്തിക്കാനൊന്നുമില്ല. മേലെ ആകാശം താഴെ പോകും, ഇവനെന്താ ചിന്തിക്കേണ്ട? പഠിച്ചോണ്ടെങ്കിൽ ഇഖ്ലാസിൽ അങ്ങോട്ട് നിസ്കരിക്കും. ദുനിയാവിന്റെ സുഖങ്ങളോ ദുനിയാവിന്റെ സൗകര്യങ്ങളെ കുറിച്ചോ ചിന്തിക്കാനില്ലാത്തത് കൊണ്ട് അവരുടെ മനസ്സ് ഫ്രീ ആണ്, അവർക്കെന്നും ഫ്രീ ആണ്. അതുകൊണ്ട് അവർ ആത്മാർത്ഥമായി ദുആ ചെയ്യും. അതുകൊണ്ട് നാട്ടിലെ ബലഹീനരായ ആളുകളുടെ ബറക്കത്ത് കൊണ്ടാണ് അള്ളാഹു നമ്മൾക്ക് റിസ്ക് നൽകുന്നത്. നബി തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ കടന്നു വരികയാണ്. ശ്രദ്ധിക്കണേ, എല്ലാവരും ഇവിടെ ഉണ്ടോ? ഞാൻ നൃത്തം പോകണം, ശ്രദ്ധിക്കുക എല്ലാവരും. നബി തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ കടന്നു വരികയാണ്. നബിയേ, ഞാനിങ്ങനെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് സമ്പത്തുണ്ടാക്കുക. എൻ്റെ അനുജന്റെ കഥ എന്തെന്നറിയോ? ഓൻ എപ്പോഴും വന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുക, വാല് കേൾക്കുക, ക്ലാസ് പഠിക്കുക, അധ്വാനിക്കുന്നില്ല, ജോലിയൊന്നും ചെയ്യുന്നില്ല, ഞാനിങ്ങനെ കഷ്ടപ്പെടുക. നബി തങ്ങളോട് പരാതി പറഞ്ഞു, ഞാൻ അധ്വാനിച്ചിട്ട് വേണം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്തിട്ട് വേണം എന്താക്കാൻ? എൻ്റെ കുടുംബത്തൊക്കെ തീറ്റിപ്പോറ്റാൻ, എൻ്റെ കുടുംബത്തെ തീറ്റിപ്പോറ്റാൻ അങ്ങനെ വേണം. അതുകൊണ്ട് നബി തങ്ങളൊന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. നബി തങ്ങൾ അയാളോട് പറഞ്ഞത് എന്താണ്? നിനക്കല്ലാഹു റിസ്ക് നൽകുന്നത് നിന്റെ അനുജൻ ഇവിടെ വന്ന് പഠിക്കുന്നത് കൊണ്ടാണ്, അല്ല നീ അധ്വാനിച്ചത് കൊണ്ടൊന്നല്ല. നിന്റെ അനുജന്റെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ടാണ് അള്ളാഹു നിനക്ക് സമ്പത്ത് നൽകുന്നത് എന്ന് നീ മറന്നു പോവരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മിസ്കീന്മാരെ സ്നേഹിക്കുക. പോലീസുകാരെന്താ പറഞ്ഞ? നൃത്തം പറഞ്ഞ ഇല്ല, മിസ്കീന്മാരെ നന്നായി സ്നേഹിക്കണം. അവരുടെ ശക്തി കൊണ്ടാണ്, അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ജീവിച്ചു പോകുന്നത് തന്നെ. നബി തങ്ങളുടെ അടുത്തേക്ക് കുറച്ച് മുതലാളിമാർ വന്നു. ഇസ്ലാം ദഅവത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മുതലാളിമാർ വന്നു. മുതലാളിമാർ വന്നിട്ട് നബി തങ്ങളോട് പറയാണ്, ആരൊക്കെ? അഖ്റഅ ഇബ്നു ഹാബിസ് അത്തമീമി, ഉയൈനത്ത് ഇബ്നു ഹുസ്നുൽ ഫസാരി, അങ്ങനെ രണ്ടാളുകൾ നബി തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. ഫവജദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ സുഹൈബിൻ. നബി തങ്ങൾ ആരെ കൂടെ ഉള്ളത്? എന്താ 11 മണിക്ക് നിർത്താനാ പറഞ്ഞത്. പിന്നെ പെങ്ങളെ ഭർത്താവ് ICU. അപ്പോൾ ഞാനേ നിർത്താണ്, ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. 11 മണിയാകുന്നതിന് മുമ്പ് ഇത് ക്ലോസ് ചെയ്യണം, അതിൻ്റെ പേയാണ്. അപ്പോൾ എല്ലാവരും എന്തിനാ ഇവിടെ നിന്നിനങ്ങനെ ഇരുന്നൂടെ? അപ്പോൾ എനിക്ക് ഇരുന്നിട്ട് വേറെ പറയാൻ ബോധ്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങൾ ഇരുന്നപ്പോൾ നിങ്ങൾ പറയും അയാളൊക്കെ അഹങ്കാരം കണ്ടില്ലെന്ന് പറയും. നിങ്ങൾക്ക് വയസ്സായിട്ടില്ല, ഇയാളെക്കാൾ വയസ്സായവരൊക്കെ നിന്നിട്ട് പ്രസംഗിക്കുന്നുണ്ട്, അയാളെ അഹങ്കാരം കണ്ടില്ലെന്ന് പറയും. അതുകൊണ്ടപ്പോൾ ഞങ്ങൾക്ക് നിന്നിട്ട് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിട്ട് എന്തിനാ വെറുതെ ഡിസ്കിനൊക്കെ തകരാറുണ്ടാക്കുന്നത്? ഇരുന്നോടി. നബി തങ്ങളുടെ അടുത്തേക്ക് കുറച്ച് മുതലാളിമാർ വന്നു, നാട്ടിലെ വലിയ പ്രമാണിമാർ വന്നു. ആരൊക്കെ? അഖ്റഅ ഇബ്നു ഹാബിസ്, ഉയൈനത്ത് ഇബ്നു ഹുസ്നുൽ ഫസാരി. നബി തങ്ങൾ നോക്കുമ്പോൾ പാവങ്ങളായ ശുഹൈബിൻ്റെ കൂടെ, ബിലാലിൻ്റെ കൂടെ, അമ്മാർ തങ്ങളുടെ കൂടെ, ഖബ്ബാബ്, ഒക്കെ കാപ്പിരി വർഗത്തിൽപ്പെട്ട അടിമകളായ പാവങ്ങളാണ് ഈ നാലാളും. ഇവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് അവർ കടന്നു വന്നു. ബലഹീനരായ 4 മുസ്ലിമീങ്ങളായ സുഹാബാക്കളുടെ ബിലാൽ തങ്ങൾ അടിമയാണ്, അമ്മാർ തങ്ങൾ അടിമയാണ്, ഖബ്ബാബ് തങ്ങൾ അടിമയാണ്, സുഹൈബ് തങ്ങൾ, സുഹൈബ് റൂമി, റൂമിൽ നിന്ന് വന്ന സുഹൈബ് തങ്ങൾ. ഇങ്ങനെ ആരാരുമില്ലാത്ത ബലഹീനരായ 4 ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയുണ്ട്. അപ്പോഴാണ് നാട്ടിലെ വലിയ പ്രമാണിമാരായ കോടീശ്വരന്മാരായ ബിസിനസ്സുകാർ വന്നത്. ഈ മുതലാളിമാർക്ക് പാവങ്ങളോടൊരു പുച്ഛം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പാവങ്ങളുടെ അടുത്തിരിക്കാൻ വേണ്ടി അവരൊരു പുച്ഛം, അവരോട് ഒരു അവഗണന. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറാണ്, പക്ഷേ ഇന്നാ നുരീദു അൻ തജഅല ലനാ മിൻക മജ്ലിസൻ തഅരിഫു ലനാ ബിഹിൽ അറബു ഫളലനാ. ഞങ്ങളുടെ വെയിറ്റ് എന്ത് എന്ന് അറബികൾ അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം നിങ്ങൾ മാറ്റിവെക്കണം. ആ ദിവസത്തിൽ നല്ല VVIPകളുടെ കൂടെ മാത്രമേ നിങ്ങൾ ചർച്ചയ്ക്ക് വരാൻ പാടുള്ളൂ, അവരുടെ കൂടെ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. പിന്നെ മറ്റേ ദിവസത്തിൽ നിങ്ങൾ പാവങ്ങളോട് സംസാരിച്ചോളൂ.
ഞങ്ങൾക്ക് അവരുടെ കൂടെ ഒന്നും ഇരിക്കാൻ കഴിയില്ല, ആ കടിമകളുടെ കൂടെ ഒന്നും ഞങ്ങൾ ഇരിക്കൂല, ഞങ്ങൾക്കതിന് ഞങ്ങളുടെ ഡിഗ്നിറ്റി, ഞങ്ങളുടെ അന്തസ് അതിന് സമ്മതിക്കുന്നില്ല. നബിത്തങ്ങൾ മനസ്സിൽ സന്തോഷിച്ചു. എന്തേ, അങ്ങനെങ്കിലും ഇവർ മുസ്ലിം ആവല്ലോ. നബിത്തങ്ങൾ അതാ ചിന്തിച്ചത്. പാവങ്ങളുടെ അവഗണനയില്ല, അങ്ങനെങ്കിലും ഇവർ മുസ്ലിം ആയിക്കോട്ടെ എന്ന് നബിത്തങ്ങൾ ചിന്തിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സമ്മതിച്ചു, ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ദിവസം അവർക്കൊരു ദിവസം. അത് വായില് പറഞ്ഞാ പോരാ, നിങ്ങൾ എഴുതി ഉറപ്പ് തരണം. ഫക്തുബ് ലനാ അലൈക കിതാബൻ, ഉറപ്പ് തരണം. എങ്ങനെയെന്ന് അലി തങ്ങളെ വിളിച്ചു, അലിയൻ ലിയക്തുബ വനഹ്നു ഖുഊദുൻ ഫീ നാഹിയ. ഞങ്ങളൊരു മൂലയിൽ ഇരിക്കുമ്പോൾ അലി തങ്ങളെ വിളിച്ചിട്ട് എഴുതാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോഴേക്കും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്നുണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക്. ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم من شيء فتطرده فتكون من الظالمين. നബിയേ, ولا تطرد الذين يدعون ربهم بالغداة والعشي. രാവിലെയും വൈകുന്നേരവും ആത്മാർത്ഥമായി അള്ളാഹുവിനെ ദുആ ചെയ്യുന്ന, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന പാവങ്ങളെ ആട്ടി ഓടിക്കല്ല നബിയേ. യുരീദൂന വജ്ഹ, നിങ്ങളുടെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അടുത്ത ആയത്തിറങ്ങി, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി. വൈകുന്നേരവും രാവിലെയും അല്ലാഹുവിന് വേണ്ടി ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, നിസ്കരിക്കുന്ന പാവങ്ങളുടെ സത്യസന്ധരുടെ കൂടെ തന്നെ നിൽക്കണേ നബിയേ. യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ. ദുനിയാവിന്റെ ആഡംബരങ്ങളും അലങ്കാരങ്ങളും ഓർത്ത് അവരിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കരുത് നബിയേ. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. ഒരുപക്ഷേ നിങ്ങൾ അവർ മുസ്ലിം ആവട്ടെ എന്ന ചിന്തയാണെങ്കിൽ അത്തരം ആളുകളെ ഇസ്ലാമിന് ആവശ്യമേ ഇല്ല. വേണ്ടാന്ന്, അവർ മുസ്ലിം ആവണ്ട. ഇത്തരം ആളുകളെ ഇസ്ലാമിന് ആവശ്യമേ ഇല്ല. അവരെ നിങ്ങൾ ശ്രദ്ധിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ ഈ പാവങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇടപെടുകയാണ്. പാവങ്ങൾ അവരല്പസമയം അവഗണിച്ചു എന്ന് തോന്നിയപ്പോഴേക്കും അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ ഗൗരവത്തോടെ ആയത്തിറക്കുകയുണ്ടായി. അതുകൊണ്ട് ആവശ്യത്തിന് ഞാനിപ്പോൾ ചുരുക്കാണ്, സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മിസ്കീന്മാരോടുള്ള സ്നേഹം എന്നും നമ്മൾക്ക് ഉണ്ടാവുക. അമറനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുവി മിൻഹും, അവരെ സ്നേഹിച്ച് അവരെ കഴിവിന്റെ പരമാവധി സഹായിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുക. 2 വഅമറനി അൻ അൻളുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻളുറ ഇലാ മൻ ഹുവ ഫൗഖി. ഇന്ന് ദുആ ഒന്നുമില്ല കേട്ടോ. ദുആ നേരത്തെ തങ്ങൾ വേണ്ടത്ര ദുആ ചെയ്തിരുന്നു. വഅമറനി അൻ അൻളുറ ഇലാ മൻ ഹുവ ദൂനി, താഴെയുള്ളവരിലേക്ക് നോക്കാൻ എന്നോട് എൻ്റെ ഹബീബ് പറഞ്ഞു എന്നും താഴെയുള്ളവരിലേക്ക് നോക്ക്. വലാ അൻളുറ ഇലാ മൻ ഹുവ ഫൗഖി, മുകളിലുള്ളവരിലേക്ക് നീ നോക്കുകയേ ചെയ്യരുത്. മുകളിലുള്ളവരിലേക്ക് നോക്കേണ്ട, മുതലാളിമാരെ നോക്കണ്ട, താഴേക്കടയിലുള്ളവരെ നോക്ക്. നിന്റെ വീടിന്റെ വലിപ്പം ഒരു 2000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 2000-ന് താഴെയുള്ളവരെ നോക്കിയാൽ മതി. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ, അള്ളാഹു തന്ന നിഅമത്ത് എത്ര വലുതാണ്. വണ്ടി ഒരു സ്വിഫ്റ്റാണ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അള്ളാഹു ഒരു വാഹനം തന്നു. ഇതില്ലാത്ത ആളുകൾ, നീ നേരെ മറിച്ച് സ്വിഫ്റ്റ് കിട്ടുമ്പോൾ ഹെലികോപ്റ്ററുള്ള ആളെ യൂസഫ് അലിനൊക്കെ നോക്കിയിട്ട് ടെൻഷൻ ആവേണ്ട, അവരുടെ നഷ്ടമാണത്. നിങ്ങൾക്ക് സ്വിഫ്റ്റില്ല സമ്മതി, മാഷാ അല്ലാ, വലിയൊരു സൗകര്യമില്ല അതൊക്കെ. അപ്പം അതുകൊണ്ട് താഴെയുള്ളവരിലേക്ക് എപ്പോഴും നോക്കുക. പെണ്ണുങ്ങളൊക്കെ ചുരിദാറൊക്കെ വാങ്ങുമ്പോൾ, നിങ്ങൾക്ക് ചുരിദാർ വാങ്ങാൻ കഴിഞ്ഞില്ല പെരുന്നാളിന്, വാങ്ങാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട്, അവരെ നോക്കിയല്ല അൽഹംദുലില്ലാ അങ്ങനെ പറയും. ഇങ്ങനെ ജീവിച്ചാൽ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല എന്നാണ്. ബിസിനസ്സിൽ കച്ചവടമൊക്കെ കുറഞ്ഞു വരികയാണ്, എന്നാലും നീ നിന്നെക്കാളും കച്ചവടം ഉള്ളവരെ നോക്കണ്ട. കച്ചവടമില്ലാതെ ഷോപ്പ് പൂട്ടിപ്പോകുന്നവരെത്രയുണ്ട്. ദുബൈയിൽ പോയി നോക്ക്, UAE നോക്ക്, എത്ര ഷോപ്പുകൾ പൂട്ടിക്കിടക്കാണെന്ന്. അവിടെ പോയി നോക്ക്, സൗദിയിൽ പോയി നോക്ക്. അത് വെച്ച് നോക്കുമ്പോൾ നീ ഉഷാറല്ലേ. അതുകൊണ്ട് നീ നിന്നെക്കാളും താഴെയുള്ളവരെ നോക്ക്, മുകളിലുള്ളവരെ നോക്കേ ചെയ്യരുത്. ജീവിതത്തിൽ നിരാശ മാത്രമായിരിക്കും ഇത്തരം നോട്ടങ്ങൾ നമ്മൾക്ക് ബാക്കി വെക്കുക. وأمرني أن ننظر إلى من هو دوني ولا أنظر إلى من هو فوقي. മുകളിലുള്ളവരെ നോക്കാതെ, നിങ്ങളെക്കാളും സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളവരെ നോക്കാതെ താഴെയുള്ളവരിലേക്ക് മാത്രം നോക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
വഅമറനി മൂന്നാമത്തേത് അന്നസിലർ റഹിമ വഇന്നദ്ബറത് നിങ്ങളോട് എത്ര മോശമായാലും നിങ്ങൾ മോശമായി പെരുമാറാതെ, പിണങ്ങാതെ, ചൊടിക്കാതെ, തെറ്റാതെ, പകയില്ലാതെ, ഇങ്ങോട്ട് എത്ര മോശമായി പെരുമാറി നിങ്ങൾ അവഗണിക്കുന്നവരാണെങ്കിലും, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിലും അതേപോലെ പെരുമാറാതെ തിരിച്ചങ്ങോട്ട് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമ്മാനങ്ങളുമായി അവരെല്ലാം കണ്ട് സ്നേഹം മാത്രം പ്രകടിപ്പിച്ച് ജീവിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട വിഷയങ്ങളാണ്. ഒക്കെ കുറെ വിശദീകരിക്കേണ്ട വിഷയമാണ്. നാലാമത്തേത് വഅമറനി അല്ലാ അസ്അല അഹദൻ ശൈആ ഒരാളോടും ഒന്നുപോലും ചോദിക്കാൻ പാടില്ല. ഒരാളോടും ഒന്നുപോലും ചോദിക്കാൻ പാടില്ല. എനിക്കത് വേണം, അത് തരുമോ, അത് എടുത്തു തരുമോ, അത് വാങ്ങിച്ചു തരുമോ, മറ്റൊരാളോട് ചോദിക്കരുത്. ഉദാഹരണം, വയല് പറയുമ്പോൾ എൻ്റെ മൊബൈൽ വീണാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊന്ന് എടുത്തു തരുമോ എന്ന് വരെ ഞാൻ ചോദിക്കാൻ പാടില്ല. അത് ഞാൻ എടുക്കണം. എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കണം. വീട്ടിൽ പോയി ഭാര്യമാരുണ്ട്, എൻ്റെ ഡ്രസ്സ് എവിടെ, എൻ്റെ ചെരുപ്പ് എവിടെ, എൻ്റെ മൊബൈൽ എവിടെ എന്ന് ഭാര്യയോട് ചോദിക്കണ്ട. നിനക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല, നീ തന്നെ എടുക്കണം. ചായ തരുമോ, ഉണ്ടാക്കി തരുമോ എന്ന് ഭാര്യയോട് മാന്യമായിട്ട് ചോദിക്കാം. പക്ഷെ എന്നാലും നിനക്ക് കഴിയുമെങ്കിൽ നീ പോയി വെച്ചു കുടിക്കലാണ് അന്തസ്. നിന്റെ ഡ്രസ്സ് ഭാര്യ അലക്കി തേച്ച് തരും, നിനക്ക് കഴിയുമെങ്കിൽ നീ ചെയ്യലാണ് അന്തസ്. ഇനി ഭാര്യ നീ പറയാതെ ചെയ്യുന്നുണ്ടെങ്കിൽ മാഷാ, നല്ല കാര്യമാണ്. ഭാര്യയോട് നീ പറയണ്ട, ഇതലക്ക് ഇത് ഇസ്തിരിയുടെ നീ പറയണ്ട. അവർ സ്വന്തം ചെയ്യാണ്, അറിഞ്ഞ് ചെയ്യണം, മാഷാ അല്ലാ. അല്ലെങ്കിൽ നിനക്ക് കഴിയുമെങ്കിൽ നീ തന്നെ ചെയ്യ്. ഏത് വിഷയവും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കണം. അതൊക്കെ ബെസ്റ്റ് ക്വാളിറ്റിയാണ്, സ്വഭാവത്തിലെ ഏറ്റവും മൂല്യമുള്ള സ്വഭാവമാണ്.